ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ, ദൈവദാസന്മാർ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഇന്നയോളം നടത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ യോഗ്യതകളായിരുന്നില്ല, നമ്മുടെ കഴിവുകളായിരുന്നില്ല. ദൈവത്തിന്റെ കരുണയാലും കൃപയാലും ദൈവം ഇന്നയോളം നമ്മെ പരിപാലിച്ച് ഒരിടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്നത് എങ്ങനെയോ അങ്ങനെ നമ്മുടെ കർത്താവ് നമ്മെ ഇന്നയോളം വഴി നടത്തി. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രവാസത്തിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മെ ദൈവം വിടുവിച്ചു. 126 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്ന, യഹോവ തന്റെ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങളുടെ തീകൂമ്പാരത്തിലിരുന്ന അടിച്ചമർത്തലിന്റെ തീകൂമ്പാരത്തിലിരുന്ന ആ ജനത്തെ ദൈവം തിരിച്ചു കൊണ്ടുവന്നപ്പോ നമ്മുടെ കർത്താവായ ഹോവ അവരുടെ ഹൃദയത്തെ തണുപ്പിച്ചതുപോലെ, പ്രിയ കർത്തൃദാസൻ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ, ദൈവം നമ്മെ മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിക്കുന്നവരാക്കി തീർക്കട്ടെ. ആ നിയോഗത്തെ നമുക്കൊന്ന് ഏറ്റെടുക്കാം. സുരലോക സുഖം വെടിഞ്ഞ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മെ തേടി വന്ന നമ്മുടെ രക്ഷകനായ യേശു കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തിന്റെ കരുണ, അതെത്ര മഹോന്നതമായ സ്നേഹമാണ്, അതുല്യമായ സ്നേഹമാണ്. ആ നല്ല വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സ്നേഹത്തിന് മുൻപിൽ നമ്മെ തന്നെ ഒരു നിമിഷം കൂടി സമർപ്പിച്ച് നമുക്ക് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു. അവൻ വിശ്വസ്തനായി പാർത്ത് നമ്മെ ഇന്നുവരെ വഴി നടത്തി. നാം അവിശ്വസ്തരായിരുന്നു, നാം അപൂർണരായിരുന്നു. എങ്കിലും കർത്താവിന്റെ വഴികൾ പൂർണ്ണതയുള്ളതായി നമ്മെ ഇന്നയോളം ദൈവം വഴി നടത്തി. കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷ മാർഗം തുറന്നു, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷ മാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്മകൾക്കായി സ്തുതിക്കാമെൻ അന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എൻ അന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ദൈവം ഇടയനായി നാം തന്റെ ആടുകളായും കർത്താവ് ഓമിച്ച് കർത്താവ് എഴുതിയൊരു കർത്താവ് പറഞ്ഞൊരു മനോഹരമായ ഉപമയാണ്. 3 ഉപമകളെ ആ അധ്യായത്തിൽ കാണുവാൻ കഴിയും. ആ 3 ഉപമകളിലും പ്രധാനമായും പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു തീം നഷ്ടപ്പെട്ടതിനെ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരിക, തിരികെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ ആ വചനഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോ ആ 3 ഉപമകളിലും കർത്താവ് നഷ്ടപ്പെട്ടതിനെ പുതിയതൊന്നുകൊണ്ട് റീപ്ലേസ് ചെയ്തില്ല, മറിച്ച് നഷ്ടപ്പെട്ടതെന്തോ അതിനെ തന്നെ ദൈവം തിരികെ കൊണ്ടുവന്നു. ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട്, ദൈവദാസന്മാരോട് എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങളോടൊരു സന്ദേശം ഞാൻ ഇന്ന് രാത്രി പറയട്ടെ.
നമുക്ക് പകരം മറ്റൊരാളെ കർത്താവിനെ വെക്കാമായിരുന്നു, കർത്താവിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നിട്ടും ദൈവം എന്നെയും നിങ്ങളെയും അവന്റെ ഹൃദയത്തിന്റെ പൂർണ്ണതയിൽ കണ്ട് അവൻ നമ്മെ മറ്റൊന്നുകൊണ്ടല്ല റീപ്ലേസ് ചെയ്തത്. നഷ്ടപ്പെട്ടു പോയിരുന്ന എന്നെയും നിങ്ങളെയും തന്നെ ദൈവം റീസ്റ്റോർ ചെയ്തതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തിന്റെ കരുണ എത്ര ശ്രേഷ്ഠകരമാണ്. കർത്താവിന്റെ സ്നേഹം നമ്മെ തേടി വന്നത്, ഹല്ലേലൂയ, പാപികളായിരുന്ന നമ്മെ, ദോഷികളായിരുന്ന നമ്മെ നമ്മുടെ ദൈവം തേടി വന്നത്, നമ്മെ ദൈവം അവൻ തിരഞ്ഞെടുത്ത് അവൻ പുനഃസ്ഥാപിച്ചത്, യഥാസ്ഥാനപ്പെടുത്തിയത് ഓർത്ത്, റിക്കൺസൈൽ ചെയ്തതോർത്ത് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. മറ്റൊന്നുകൊണ്ട് ദൈവം റീപ്ലേസ് ചെയ്തില്ല, ദൈവം പകരം മറ്റൊന്ന് കണ്ടെത്തിയില്ല. മറിച്ച് നഷ്ടപ്പെട്ടതെന്തോ അതിനെ നമ്മുടെ കർത്താവ് തേടി ഇറങ്ങി. നഷ്ടപ്പെട്ടു പോയിരുന്ന എന്നെയും നിങ്ങളെ തേടി വന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് ആരാധന അർപ്പിക്കാം. ഹല്ലേലൂയ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിതവ മോക്ഷമാർഗം തുറന്നു, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിതവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളവേ സ്തുതിക്ക നീ പരനി, തന്നൻ മകൾ കസ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പോകുക, എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പോകുക. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു, പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. ഭാരം കേണിടുമ്പോ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു, ഭാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. പല ശോധനകൾ വരുമ്പോ, ഭാരങ്ങൾ പെരുകിടുമ്പോ, പല ശോധനകൾ വരുമ്പോ, ഭാരങ്ങൾ പെരുകിടുമ്പോ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം
സ്നേഹം. നമ്മുടെ രട്ടിനെ അടിച്ച് നമ്മെ സന്തോഷമണിയിച്ച ദൈവത്തിന്റെ സ്നേഹം. ഫിലേമോന്റെ ലേഖനത്തിലെ വചനം പ്രിയ കർത്തൃദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചു. നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ പ്രശംസയും ആശ്വാസവും ഉണ്ട്. നമ്മുടെ വീണ്ടെടുപ്പിൽ സ്വർഗം ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളിൽ സ്വർഗം സന്തോഷിക്കാറുണ്ടോ? നമ്മുടെ ആരാധനകളിൽ സ്വർഗം സന്തോഷിക്കാറുണ്ടോ? ഒനേസിമോസിനെ വീണ്ടെടുത്ത് ഒനേസിമോസിനെ പാപത്തിൽ നിന്നും അവനെ സുവിശേഷത്തിലൂടെ വീണ്ടും ജനിപ്പിച്ചതിന് ശേഷം അവന്റെ ഒനേസിമോസിന്റെ ഹൃദയത്തിന്റെ തണുപ്പായി പൗലോസ് ആദ്യം മാറിയതിനു ശേഷം ആ മനുഷ്യൻ ഫിലേമോനോട് അപേക്ഷിക്കുന്നു, നീ ഒനേസിമോസിനെ കൈക്കൊള്ളണം. നീ മറ്റുള്ളവർക്ക് തണുപ്പായിരുന്നത് പോലെ നീ ഒനേസിമോസിന് തണുപ്പാകണം. ഫിലേമോനോട് തെറ്റ് ചെയ്ത് ഓടിപ്പോയ ഒനേസിമോസിനോട് ക്ഷമിക്കാൻ ഫിലേമോന് കഴിയുമായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ഒനേസിമോസിനും അവന്റെ ഹൃദയത്തെ തണുപ്പിക്കുകയും ചെയ്തതുപോലെ നമ്മോട് തെറ്റ് ചെയ്തവരോടും ക്ഷമിക്കുവാൻ, അവരെയും ഈ നാളുകളിൽ ദൈവ സ്നേഹത്തിലൂടെ വീണ്ടും ജനിപ്പിക്കുവാൻ, സുവിശേഷം എന്ന ദൈവം നമ്മെ കേൾപ്പിച്ചാക്കിയ ആ വലിയ ദൗത്യത്തിലൂടെ അനേക ശത്രുക്കളായിരുന്ന, ക്രൂശിന് ശത്രുക്കളായിരുന്ന അനേകരെ ഇനിയും നേടുവാൻ ദൈവം നമുക്ക് വിശേഷ നിയോഗങ്ങൾ കൈമാറട്ടെ. യേശുവേ രക്ഷകാ, അങ്ങേ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ ചേർന്ന് പാടാമോ? യേശുവേ രക്ഷകാ, അങ്ങേ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. സ്വർഗപിതാവെ, നൽകി തന്ന നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുനാമത്തെ ഉയർത്തുന്നു. രാത്രിയിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ പ്രഭാതം കണ്ട എത്രയോ പേരെ അവൻ കർത്താവ് രാത്രി കാണാതെ, സന്ധ്യ കാണാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോ കർത്താവിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് തിരുപാദപീഠത്തിൽ എടുത്തു വരുവാൻ, കർത്താവിന്റെ തിരുനാമത്തെ ഉയർത്തുവാൻ, അങ്ങേ സാക്ഷ്യപ്പെടുത്തുവാൻ അങ്ങ് തരുന്ന നല്ല അവസരങ്ങൾക്ക് സ്തോത്രം. കർത്താവിന്റെ വിശ്വസ്തതകളെ ഓർത്ത് അങ്ങേക്ക് മഹത്വം കരയേറ്റുവാൻ പിന്നെയും ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. അവൻ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു, അവന്റെ സ്വഭാവം അവൻ ത്യജിക്കയില്ലല്ലോ എന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ പിതാവേ, അങ്ങേ പോലെ ക്രിസ്തുയേശുവിന്റെ ഭാവമുള്ളവരാക്കി ഞങ്ങൾ എല്ലാവരെയും തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശു കർത്താവിന്റെ അനുസരണ മനോഭാവത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും അങ്ങ് പകരുന്നതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. അവസരം ഒരുക്കി തന്ന പ്രിയമുള്ളവർക്ക് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.